ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വാർഷിക അവധി മാറ്റത്തിനെതിരെ പരാതിയുമായി രക്ഷിതാക്കളും അധ്യാപകരും. അവധിക്കാലത്തിൽ വരുത്തിയ മാറ്റത്തിന് പിന്നിൽ യാതൊരു ശാസ്ത്രീയ പഠനമോ വിദഗ്ധ അഭിപ്രായമോ ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രക്ഷിതാക്കളും അധ്യാപകരും ഇന്ത്യൻ എംബസിയിലേക്ക് ഇമെയിൽ അയച്ചു. വാർഷിക അവധിയുടെ സമയം മാറ്റുകയും അവധി ദിവസങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്ത തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. പുതിയ സർക്കുലർ പ്രകാരം മെയ് 31 അടച്ച് ജൂലൈ 12 സ്കൂൾ തുറക്കുക. ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി രക്ഷിതാക്കളും അധ്യാപകരും ഇന്ത്യൻ എംബസിയിലേക്ക് ഇമെയിൽ അയച്ചു. പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ യാതൊരു ശാസ്ത്രീയ പഠനമോ വിദഗ്ധാഭിപ്രായമോ ഉണ്ടായിട്ടില്ലെന്നതാണ് പ്രധാന ആരോപണം. ഡോക്ടർ സജീവ് ഉതുപ്പാനൂർ നൽകിയ കൂട്ടായ്മയാണ് പരാതി അറിയിച്ചത്. ഏറ്റവും കൂടുതൽ ചൂട് വരുന്ന സമയമാണ് ജൂലൈ അവസാനം എന്ന് പറയുന്നത്. ആ സമയത്താണ് സ്കൂൾ തുറക്കുന്നത്. തീർച്ചയായിട്ടും അത് കുട്ടികളെ ശാരീരികമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ സർക്കാർ പോലും കൂടി മറ്റ് ജോലിക്കാരെ പോലും കൂടി ആ സമയങ്ങളിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സമയമല്ല. 50 ദിവസമാണ് നമ്മുടെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഈ അവധി കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ 50 എന്നുള്ളത് 40 വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതിന് വ്യക്തമായൊരു കാരണം ഇതുവരെ ഇതിന്റെ അധികാരികൾ അറിയിച്ചിട്ടില്ല. ജൂലൈ മാസത്തിൽ അനുഭവപ്പെടുന്ന അത്യന്തം ഉയർന്ന താപനില കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും രക്ഷിതാക്കളും അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യാത്രാ ക്രമീകരണങ്ങളെയും കുടുംബ സംഗമങ്ങളെയും ഈ മാറ്റം കാര്യമായി ബാധിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. അവധി സമയമാറ്റം പുനഃപരിശോധിക്കണമെന്നും കാലാവസ്ഥാ സാഹചര്യങ്ങളും കുട്ടികളുടെ ആരോഗ്യവും മാനസികാവസ്ഥയും പരിഗണിച്ചുള്ള വിദ്യാർത്ഥി സൗഹൃദമായ അവധി നയം രൂപീകരിക്കണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. മീഡിയ 1 മസ്കത്ത്.